വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു പൂക്കാത്ത മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കിളിച്ചുണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൂവാണ്ടൻ മാങ്ങയാണുള്ളതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഈ മാങ്ങയൊക്കെ നല്ലതുപോലെ കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒട്ടും വെള്ളവീർപ്പമൊന്നും കാണരുത് മാങ്ങയിൽ. വെള്ളവീർപ്പം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പൂത്തു പോകും. നമ്മൾ പൂക്കാത്ത മാങ്ങാച്ചാറാണ് ഇടുന്നത്, അതുകൊണ്ട് നല്ലതുപോലെ തുടച്ചെടുക്കുക. ഇനി നമുക്ക് ഈ മാങ്ങയൊക്കെ ഒന്ന് മുറിച്ച് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിക്കകത്തേക്കാണ് മാങ്ങ മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇതുപോലൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇതെല്ലാം നമുക്ക് ഇതുപോലൊന്ന് മുറിച്ചെടുക്കാം. സ്റ്റീൽ പാത്രത്തിലൊക്കെ മാങ്ങ അരിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് ഇത് ചീത്തയായിപ്പോവും. അതുകൊണ്ടാണ് ചട്ടി എടുത്തത്. ചട്ടിയിലാകുമ്പം എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിലും ചട്ടി അങ്ങ് പിടിച്ചോളുമല്ലോ. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക. ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞു കൊടുക്കാനായിട്ട്. ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം നമുക്കിനി മാങ്ങയിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിൽ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കൈവച്ച് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക. തിരുമ്മി കൊടുത്തിട്ട് ഒരു മൂടി വെച്ചൊന്ന് അടയ്ക്കണം. എൻ്റെ കയ്യിൽ സ്റ്റീൽ പാത്രമേ ഉള്ളായിരുന്നു ഇതിൽ പരുവത്തിനുള്ളത്, അതുകൊണ്ടാണ് സ്റ്റീൽ പാത്രം വെച്ച് അടച്ചത്. സ്റ്റീൽ പാത്രം വെച്ചോ അലുമിനിയം പാത്രം വെച്ചോ കഴിവതും അടയ്ക്കാതിരിക്കുക. ഇനി ഞാനിവിടെ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടുകൊക്കെ ഒന്ന് ചതച്ച് കൊണ്ടുവരണം. ഞാൻ ചതച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 ദിവസം മുന്നെയാണ് ഞാൻ ഈ മാങ്ങ അരിഞ്ഞ് ചട്ടിയിൽ വെച്ച് കെട്ടി വെച്ചത്. അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് അഴിച്ച് നോക്കാം. ഉപ്പൊക്കെ പിടിച്ച് നല്ല പരുവത്തിന് മാങ്ങ ഇരിപ്പുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലിത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം ആ വെള്ളം എടുത്ത് അങ്ങ് കളഞ്ഞിട്ട് അപ്പോൾ ചട്ടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിരിക്കും. ആ ചട്ടിയിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിനി ആ ചട്ടിയൊക്കെ ഒന്ന് വെള്ളം കളഞ്ഞിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടി വന്നപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കതിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി. ഇനി ആ ചട്ടിയുടെ ചൂടിൽ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇളക്കിയതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ആ സ്പൂണില്ലേ അതിന് ഞാൻ ഒരു തവി വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരുന്ന ആ മാങ്ങയില്ലേ ആ ചട്ടിയിൽ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ കായപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തേ. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങാച്ചാറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കായത്തിൻ്റെയോ ഉലുവയുടെയോ കടുകിൻ്റെയോ ഒക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ട് ഇവിടെ അടിപൊളിയായിട്ട് നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ കോരിയിട്ട് വയ്ക്കും. പക്ഷേ അതിന് മുന്നേ ഞാൻ ഒരു തുണിയൊക്കെ ഇട്ട് 2 ദിവസം കൂടി ഞാൻ ഇത് കെട്ടി നല്ലതുപോലെ എയർ ടൈറ്റായിട്ടൊന്ന് കെട്ടി വയ്ക്കും. കെട്ടി വെച്ചതിന് ശേഷം മാത്രമേ ഗ്ലാസിൻ്റെ ബോട്ടിലിൽ കോരിയിട്ട് വയ്ക്കത്തുള്ളൂ. അത് മാങ്ങയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഒരു 2 വർഷം വരെയും കേടുകൂടാതെ ഇതുപോലെ തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റുമാണ്. അപ്പം നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.